സുഹൃത്തുക്കളെ, ഇത് സ്പാർക്കിയോണ്ട് എനിക്ക് വന്ന പ്രോഡക്റ്റാണ്. സ്പാർക്കിയോൻ്റെ അഡ്രസ്സാണ് ഇവിടെ കാണുന്നത്. തൊട്ടപ്പുറത്ത് എൻ്റെ അഡ്രസ്സാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഞാനൊരു കത്തി എടുത്താണ് ഇതൊന്ന് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. നമുക്കിതൊന്ന് പൊട്ടിച്ച് ഇതിൻ്റെ പ്രോഡക്റ്റുകൾ എന്താണെന്നുള്ളതൊന്ന് പരിശോധിക്കുക. കാരണം നമ്മൾ ഒരുപാട് കാലമായിട്ട് പല കമ്പനികളും ഇപ്പോൾ പലരും കമ്പയർ ചെയ്യുന്നത് ഹൈറിച്ച് പോലത്തെ കമ്പനികളാണ്. ഒരിക്കലും മറ്റ് കമ്പനികളെ ഇത് കമ്പയർ ചെയ്യരുത്. കാരണം ഇത് നമുക്ക് കൊടുക്കുന്ന 700 രൂപയ്ക്ക് അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കൊരു രീതിയിലും ഇതിൽ വർക്ക് ചെയ്താൽ നമുക്ക് നഷ്ടം വരുന്നില്ല. ഇതിൻ്റെ അഡ്രസ്സ് ഞാൻ പൊളിക്കേണ്ടി വരും മൊത്തത്തിൽ കിട്ടണമെങ്കിൽ. ഇത് നമ്മൾ ഇതുവരെ പറഞ്ഞ ഗ്രോസറി ഐറ്റംസാണ്. ഇത് കമ്പനിയുടെ ഓൺ പ്രോഡക്റ്റാണ്. കമ്പനീൻ്റെ ഓൺ പ്രോഡക്റ്റ് 4 പ്രോഡക്റ്റുകളുണ്ട്. പ്രീമിയം പ്രോഡക്റ്റുകളാണ്. ഞാൻ പലരും എനിക്ക് പ്രോഡക്റ്റ് കിട്ടി എന്ന് പറഞ്ഞു, അല്ലാതെ നേരിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് വന്നപ്പോഴാണ് ഇതൊന്ന് പരിശോധിച്ച് നോക്കാം, മറ്റുള്ളവർക്കൊന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചത്. ഇത് കമ്പനിയുടെ സ്പാർക്കിയോൻ്റെ ഒരു പ്രോഡക്റ്റാണ്, ക്ലീനിങ് പ്രോഡക്റ്റാണ്. ഇത് മറ്റൊരു പ്രോഡക്റ്റാണ്. ഞാൻ പ്രീമിയം പ്രോഡക്റ്റായിട്ട് തോന്നുന്നുണ്ട്. ടോയ്ലറ്റ് ക്ലീനറാണിത്, മറ്റേത് ഫ്ലോർ ക്ലീനറാണ്. ഇപ്പോൾ 2 പ്രോഡക്റ്റ് അങ്ങനെ. പിന്നെ അതിൻ്റെ പുറമെ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്രോസറി ഐറ്റംസ് എന്താണെന്ന് അറിയാത്ത ആൾക്കാരുണ്ട്. ഗ്രോസറി ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള പ്രോഡക്റ്റുകളാണ്. കടുക്, ഇത് 35 ഗ്രാമോ 35 രൂപയുടെ പ്രോഡക്റ്റാണ്. 35 ഗ്രാമായിട്ട് തോന്നുന്നുണ്ട്. നല്ല കടുകാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പാർക്കിയോൻ്റെ കവറിൽ തന്നെയാണ് ഉള്ളത്. ഇതിൻ്റെ കവറിങ്ങൊക്കെ മാറ്റമുണ്ട്, പുതിയ പ്രോഡക്റ്റുകളൊക്കെ മാറ്റമുണ്ട്. ഇത് പഴയ പ്രോഡക്റ്റാണ്. ഇത് 35 രൂപേൻ്റെ പ്രോഡക്റ്റാണ്. അപ്പോൾ 70 രൂപയുടെ പ്രോഡക്റ്റായി. ഇത് മഞ്ഞൾപ്പൊടിയാണെന്ന് തോന്നുന്നു അല്ലേ, ഒറിയൻഡർ പൗഡർ, മഞ്ഞൾപ്പൊടിയാണെന്ന് തോന്നുന്നു. മഞ്ഞൾപ്പൊടി. ഇത് കടലയും ഇത് 45 രൂപ. അപ്പോൾ 70 35 35 70 70 45 115 രൂപേൻ്റെ പ്രോഡക്റ്റായി. 115. ഇത് 45 രൂപേൻ്റെ ചെറുപയർ. ഇത് 45 രൂപേൻ്റെ പ്രോഡക്റ്റ്. എന്താണ് പിന്നെന്താ പറയുക, ഗ്രീൻ പീസ്. പിന്നെ നല്ല പരിപ്പ്, ഇത് പായസത്തിലൊക്കെ ഉണ്ടാക്കുന്ന പരിപ്പാന്ന് തോന്നുന്നു അല്ലേ. 45 രൂപേൻ്റെ പരിപ്പ്. അത് വേറെന്തോ പരിപ്പാണ്. ഇതെന്ത് പരിപ്പാണെന്ന് പറയുന്നത്? ഇതെന്ത് പരിപ്പാ? ഈ പായസമൊക്കെ ഉണ്ടാക്കുന്ന പരിപ്പാന്ന് തോന്നുന്നു അല്ലേ. പിന്നെ ഇതാക്കുന്ന ജീരകം, ഉഴുന്നല്ലേ. അത് ഉഴുന്നാണ്. 45 രൂപേൻ്റെ ഉഴുന്ന്. ഇത് ഇതല്ലേ, എന്താണ് ഇതിൻ്റെ പേര്? ജീരകം. 45 രൂപ. അപ്പോൾ നമുക്കൊന്ന് കണക്ക് കൂട്ടി നോക്കാം. 45 രൂപയുടെ ഉഴുന്ന്, 45 രൂപേൻ്റെ ജീരകം, അപ്പോൾ 90. 45 രൂപേൻ്റെ കടല, അപ്പോൾ 45 രൂപേൻ്റെ പരിപ്പ്, 45. 45 രൂപേൻ്റെ ചെറുപയർ 5 പ്രോഡക്റ്റ്. 45 രൂപേൻ്റെ കടല 6 പ്രോഡക്റ്റ്. ഇത് 35. അപ്പോൾ 3 3 6 45 എത്രയായി? 45 ആകുമ്പോൾ 45 90 90 100 180 180 90 270 രൂപയുടെ പ്രോഡക്റ്റായി. 270 35 305 രൂപയുടെ പ്രോഡക്റ്റായി. മഞ്ഞൾപ്പൊടി 305 35 310 340 രൂപയുടെ പ്രോഡക്റ്റായി. ഇത് 180 രൂപയാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ വില ഇതിൽ കാണുന്നില്ല. നമ്മൾ എനിക്ക് തോന്നുന്നത് 138 രൂപ എങ്ങനെയാണെന്ന് തോന്നുന്നു. ഇത് 225 രൂപൻ്റെ ആണ്. ഏതായാലും 2ഓളം, ഒന്ന് ഫ്ലോർ ക്ലീനർ, ഒന്ന് ബാത്റൂം ക്ലീനർ, 2 പ്രോഡക്റ്റ്.
പിന്നെ ഗ്രോസറി ഐറ്റംസ് ഒരു 3, 6, 2, 8 പ്രോഡക്റ്റ് ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന 700 രൂപയ്ക്കുള്ള പ്രോഡക്റ്റ് നമുക്കിതിൽ വാങ്ങാൻ പറ്റും, നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ 700 രൂപേൻ്റെ പ്രോഡക്റ്റ് നമ്മൾ കൊടുക്കുന്ന കാശിനുള്ള പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൽ നിന്നാണ് നമ്മൾ ഈ പറഞ്ഞ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്നത്. ഓക്കെ, താങ്ക് യു.